ഇങ്ങനെ റിക്വസ്റ്റ് ആക്സസ് എന്ന് കാണിക്കുന്നവർക്ക് ജസ്റ്റ് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇപ്പോൾ ഏത് ആപ്പാണോ അങ്ങനെ കാണിക്കുന്നത് അഡോബിൻ്റെ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഫുൾ ആപ്ലിക്കേഷൻസ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ക്യാൻസൽ അടിച്ചപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏത് ആപ്പാണെന്ന് വെച്ചാൽ അത് ക്ലോസ് ചെയ്യണം. അതിനുശേഷം വിൻഡോസ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അവിടെ തൊട്ട് മുകളിലായിട്ടൊരു പ്രൊഫൈൽ ഐക്കൺ കണ്ടില്ലേ, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് സൈൻ ഔട്ട് കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡാവും. ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്കൊരു പേജ് വരും. അതായത് ലോഗിൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. കുറച്ച് ടൈം എടുക്കും. നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇത്രയും ലാഗ് ആവുന്നത്. കണ്ടോ, ഇപ്പം വന്നിട്ടുണ്ട്. അവിടെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യാനുള്ളിടത്ത് മാത്രമേ എൻ്റർ ചെയ്യാവൂ. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കല്, കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കല്, അതൊന്നും കൊടുക്കല്. മണ്ടയ്ക്ക് മെയിൽ ഐ ഡി തന്നെ എൻ്റർ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. മെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. ഞാൻ ആദ്യമേ തന്നെ ഡിഫോൾട്ട് പാസ്വേഡ് ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടത്, QWERTY@123. അതല്ലാത്തവർക്ക് പാസ്വേഡ് ഏതായിട്ടെന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാം. അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ആ റീസെറ്റ് യുവർ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ മതി. എൻ്റെ ഇവിടെ പ്രസിഡൻസി എന്ന് പറഞ്ഞൊരു പ്രൊഫൈലായിരിക്കും കാണിക്കുന്നത്. ചിലവർക്ക് പ്രസിഡൻസി 2 എന്ന് പറഞ്ഞ പ്രൊഫൈലായിരിക്കും കാണിക്കുന്നത്. അപ്പം അത് ജോയിൻ ടീമേ കൊടുക്കാവൂ, സ്കിപ്പ് ഫോർ നോ കൊടുക്കല്. ഇങ്ങനെയുള്ളതെല്ലാം നോട്ട് നൗവിന് കൊടുത്തു വിട്ടേക്കണം. ജസ്റ്റ് ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഡിലീറ്റ് പ്രസിഡൻസി എന്നും പറഞ്ഞിട്ടുണ്ട്. ഡെല്ല് പ്രസിഡൻസി ഉണ്ട്, വെറും പ്രസിഡൻസി ഉണ്ട്. അതിൽ വെറും പ്രസിഡൻസി അല്ലെങ്കിൽ പ്രസിഡൻസി 2 എന്ന് എഴുതിയേക്കുന്നത് മാത്രമേ സെലക്ട് ചെയ്യാവൂ. അവിടെ പ്രസിഡൻസി 2 എന്നോ പ്രസിഡൻസി എന്ന് പറഞ്ഞ പ്രൊഫൈൽ വന്നിട്ടില്ലെങ്കിൽ താഴെ സൈൻ ഇൻ ടു ഡിഫറൻറ്റ് അക്കൗണ്ട് എന്ന് പറയാണ്ടില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ മെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്ത് കയറുക. അന്നേരം അവിടെ കാണിക്കും. ഇപ്പോൾ വേണ്ട പ്രസിഡൻസി 2ൻ്റെ ഇൻവിറ്റേഷനും കൂടെ കാണിക്കുകയാണ്. ആൾക്കാർക്ക് ഇഷ്ടമൊന്ന് മനസ്സിലാവാൻ വേണ്ടി പ്രസിഡൻസി 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളതിൻ്റെ. അതുകൊണ്ട് അവിടെ ആണെങ്കിൽ പ്രസിഡൻസി 2 എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ ഈ ജോയിൻ ടീമാണ് കൊടുക്കേണ്ടത്. സ്കിപ്പ് ഫോർ നൗ എല്ലാവരും കൊടുക്കണം, കൊടുക്കല്. ജോയിൻ ടീം കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ പ്രസിഡൻസി ആണോ കാണിക്കുന്നത്, പ്രസിഡൻസി 2 ആണോ കാണിക്കുന്നത് നോക്കിയിട്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറുക. ഈ ഡെല്ല് പ്രസിഡൻസി ഒരിക്കലും കൊടുക്കല്. ഇതിലേതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് അകത്തോട്ട് കയറുക. ഞാൻ ഇപ്പോൾ പ്രസിഡൻസി 2 ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് ക്ലൗഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പിനകത്ത് മാത്രമേ ലോഗിൻ ആക്കാവൂ. എല്ലാവരും വെബ്സൈറ്റിൽ ചെന്നിട്ടാണ് ലോഗിൻ ആക്കുന്നത്. അപ്പം ക്രിയേറ്റീവ് ക്ലൗഡ് ആപ്പ് എടുത്തിട്ട് മാത്രമേ ലോഗിൻ ആക്കാവൂ. പിന്നെ എപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ആക്സസിൻ്റെ ഇഷ്യൂ വന്നാലും ജസ്റ്റ് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. അന്നേരം പ്രസിഡൻസി എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ വന്നിട്ടുണ്ടായിരിക്കും. അതിലേക്ക് കയറുക. അതിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഇതിപ്പം ഇങ്ങനെ ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അഡോബിൻ്റെ റൂൾസ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ അറിയിക്കാം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ലോഡാകാൻ കുറച്ച് താമസം എടുക്കും. പിന്നെ മാക്സിമം എല്ലാവരും ക്ലൗഡ് സ്റ്റോറേജിൽ ഫയൽസ് കാര്യങ്ങളൊന്നും സേവ് ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് ഇന്ന് ഡീആക്ടിവേറ്റ് ആവേണ്ട പാനലല്ല. ഇത് നമ്മളൊരു 6 മന്തിനേക്ക് കഴിയുന്ന എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചൊരു പാനലാണ്. ആ ഒരു പാനലാണ് ഇന്ന് 14 ദിവസം ആയതേ ഉള്ളൂ. ആ ഒരു പാനൽ അപ്പോഴത്തേക്ക് ഡീആക്ടിവേറ്റ് ആയി. അപ്പം ക്ലൗഡ് സ്റ്റോറേജിൽ മാക്സിമം ആൾക്കാർ സേവ് ചെയ്യാതിരിക്കുക. ക്ലൗഡ് സ്റ്റോറിൽ എന്തെങ്കിലും ഫയൽസ് കയറി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി ഏത് ഫയൽ എടുത്താലും നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ജസ്റ്റ് ഇതൊന്ന് ലോഡ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് വേണം ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കാൻ. ഇപ്പോൾ ലോക്കിൻ്റെ സിമ്പിളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പണായി കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് വേണം ക്രിയേറ്റീവ് ക്ലൗഡിൽ കയറാൻ വേണ്ടി. അല്ലെങ്കിൽ വീണ്ടും റിക്വസ്റ്റ് ആക്സസ് കാണിക്കത്തതേ ഉള്ളൂ. അപ്പം അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് അൺലിമിറ്റഡ് ക്രെഡിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ജനറേറ്റീവ് ഫില്ലിന് വരുന്നത്. പിന്നെ നാനോ ബനാന എന്നൊക്കെ പറയുന്നത് പാർട്ട്ണർ മോഡൽസ് ആണ്. അത് നമുക്ക് കിട്ടത്തില്ല. അത് 30,000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചാലേ നമുക്ക് നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒറിജിനൽ പേജിൽ നിന്ന് തന്നെ നാനോ ബനാന നമുക്കിതിൽ കിട്ടത്തില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം വെച്ചാൽ ഞാനിപ്പം സ്റ്റോക്ക് കൊടുത്തിട്ട് ഞാൻ സൈഡിലായിട്ട് കാണിച്ചു തരാം. സൈഡിലത്തെ ആ ബട്ടൺ കണ്ടല്ലോ പ്രൊഫൈലിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്, അൺലിമിറ്റഡ് ഫീച്ചേഴ്സ് എന്നും പറഞ്ഞു. കണ്ടോ, അൺലിമിറ്റഡ് ആക്സസ് ആണ് അവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ താഴെ പ്രീമിയം ഫീച്ചേഴ്സ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്ന ഫയർഫ്ലൈ വീഡിയോ ഇപ്പോൾ ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചേക്കുന്നത്. പിന്നെ പാർട്ട്ണർ മോഡൽസ് ആയിട്ടുള്ള നാനോ ബനാന കാര്യങ്ങളൊന്നും ഇതിൽ കിട്ടത്തില്ല. കാരണം വെച്ചാൽ അത് ഭയങ്കര കോസ്റ്റായിട്ട് ഹൈ കോസ്റ്റ് ഉള്ള പ്ലാനാണത്. അത് അഡോബിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. എല്ലാവരും ചോദിക്കുന്നുണ്ട് നാനോ ബനാന കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്.
പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ മതി. ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുന്ന നേരം പ്രസിഡൻസി 3 or 4 അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ കാണും ജോയിൻ ചെയ്യാൻ വേണ്ടി. ആ ജോയിൻ ചെയ്യാൻ ചോദിക്കുന്ന പ്രൊഫൈൽ ഏതാണോ അതിൽ കാണിക്കുന്നത് ആ ഒരു പ്രൊഫൈലിൽ കയറുക. പിന്നെ ഡെല്ല് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്ന ഒന്നിലും കയറല്ലേ. ഒരുപാട് പ്രൊഫൈൽസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ അയച്ചു തരാം, അത് വെച്ചിട്ടൊന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി.